രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഹെൽത്ത് എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് ഒരു പ്രശസ്ത ഡോക്ടറുടെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു മിനിയാണ്. അദ്ദേഹം MBBS കഴിഞ്ഞ് MDയും കഴിഞ്ഞ് DM എൻഡോക്രൈനോളജിസ്റ്റ്, അതുപോലെ ഒരു ഹ്യൂമനിസ്റ്റാണ്, ഹെൽത്ത് ഇൻഫ്ലുവൻസറുമാണ്. അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ നിന്ന് എനിക്ക് പ്രത്യേകമായിട്ട് കിട്ടിയൊരു കാര്യം, ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. കൂട്ടത്തിൽ ഞാൻ ഈ മെക്സവനെ കുറിച്ച് ഒരു അന്വേഷണം നടത്തി. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, ഇന്ന് ഈ അടുത്ത കാലത്ത് പൊതുജനങ്ങൾക്ക് ആരോഗ്യം പകരുന്ന ഇത്രയും വലിയൊരു പ്രസ്ഥാനം നമ്മുടെ നാട്ടിലുണ്ടായിട്ടില്ല. അദ്ദേഹം ഡോക്ടർമാർക്ക് കൺസൾട്ട് ചെയ്യുന്ന കൺസൾട്ടന്റ് എൻഡോക്രൈനോളജിസ്റ്റാണ്. എൻഡോക്രൈനോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രധാന ഭാഗം ഈ പ്രമേഹം അതുപോലുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസിൻ്റെ ഒക്കെ അടിസ്ഥാനമാണ്. അത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായമായിട്ട് എല്ലാവരും എടുത്തു. പിന്നെ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞത്, ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ലോകത്താകമാനുള്ളതാണ്, നമ്മുടെ രാജ്യത്ത് മാത്രമൊന്നുമല്ല. പക്ഷേ ലോകത്തിന് അത് ഏറ്റവും അധികം ആളുകളെ രോഗികളാക്കുന്ന ഒരു പ്രദേശമായി ലോകാരോഗ്യ സംഘടന കണക്കെടുത്തിട്ടുണ്ട്. ആ സർവേ പ്രകാരം ഇന്ത്യ അതിലേറ്റവും മുമ്പിൽ നിൽക്കുന്ന രാജ്യമാണ്. അതുകൊണ്ട് ഇന്ത്യയിൽ നിന്നുള്ള ഒരാൾ മറ്റു രാജ്യങ്ങളിലേക്ക് വിസ എടുത്ത് പോകുമ്പോൾ അവർ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസിൻ്റെ ആംഗിളിൽ ഒരുപാട് പരിശോധിക്കുന്നുണ്ട്. വികസിത രാജ്യങ്ങളിലേക്കൊക്കെ പോകണമെങ്കിൽ ഇപ്പോൾ പോയവർക്ക് എല്ലാവർക്കും അറിയാം, അതിന് ഒരുപാട് നടപടിക്രമങ്ങളാണ്. ഇന്ത്യയിലുള്ള ആളുകൾക്ക് മെഡിക്കൽ പരിശോധനകൾ കൂടുതലാണ്. അതിൻ്റെ ഒരു ചാർട്ട് കണ്ടപ്പോൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഉള്ള ഒരു പ്രദേശങ്ങളിൽ ഒന്നാണ് കേരളം. 2 പ്രദേശങ്ങളാണ് ഏറ്റവും കൂടുതൽ, ഒന്ന് കേരളവും ഒന്ന് ഗോവയും. അത് കേരളത്തിൻ്റെ ഒരു ശതമാനം എന്ന് പറയുന്നത് 68-ൽ കൂടുതലാണ്, 68.something. അതിൻ്റെ തൊട്ടടുത്താണ് ഗോവ ഉള്ളത്. മറ്റുള്ള സംസ്ഥാനങ്ങളൊക്കെ അതിൽ താഴെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു പ്രദേശത്ത് ഇതുപോലെ ഒരു ജനകീയ പ്രസ്ഥാനമായിട്ട് ഈ ആരോഗ്യം കൊണ്ടു നടക്കുന്നു എന്നുള്ളത് ഇതിൻ്റെ ഒരു വലിയ ഗുണവശമാണെന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞത്, ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എന്ന് പറയുന്നത് 3 കാര്യങ്ങൾ മാറ്റാൻ പറ്റാത്തതും 3 കാര്യങ്ങൾ നമുക്ക് മാറ്റാൻ പറ്റുന്നതാണ്. പറ്റാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ, ഒന്ന് പാരമ്പര്യം എന്ന് പറഞ്ഞാൽ ഉമ്മ വാപ്പ അല്ലെങ്കിൽ അച്ഛൻ അമ്മ എന്നുള്ളതല്ല, ഒരുപാട് തലമുറ പുറകിൽ നിന്നുള്ള ഒരു പാരമ്പര്യം പോലും ഈ പുതിയ തലമുറയിലേക്ക് വരും. അപ്പോൾ അത് നമുക്ക് മാറ്റാൻ പറ്റില്ല. പിന്നെ വയസ്സ്, ഏജ് ഒരു ഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോരോ രോഗങ്ങൾ വരും, അതും നമുക്ക് മാറ്റാൻ പറ്റില്ല. പിന്നെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടാണ് കുറേ ലൈഫ് സ്റ്റൈൽ രോഗങ്ങൾ വരുന്നത്. ഇത് 3 നമുക്ക് മാറ്റാൻ പറ്റില്ല. അതേ സമയം നമ്മുടെ ഭക്ഷണം, വ്യായാമം, വിശ്രമം, ഈ വക കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പിന്നെ നമ്മുടെ ഹാപ്പിനെസ്, അതായത് സന്തോഷം ഉണ്ടാക്കാവുന്ന രൂപത്തിലുള്ള കൂടിച്ചേരലുകൾ, മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെ നമുക്ക് മാറ്റാവുന്ന കാര്യങ്ങളാണ്. അതിൽ 30% വ്യായാമത്തിൻ്റെ കാര്യത്തിലാണ് ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ് വരുന്നത്. അത് മാറ്റാൻ വേണ്ടി ഈ മെക്സവൻ പോലുള്ള പ്രസ്ഥാനങ്ങളുടെ ഈ ശ്രമം വളരെ നല്ലതാണ് എന്ന് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഉണ്ടായിട്ടുണ്ട്. ആ ഒരു കാര്യം സൂചിപ്പിക്കുകയാണ്. ഒറ്റ പോയിന്റും കൂടി ഈ സമയത്ത് പറയാം. മിനിഞ്ഞാന്ന് തന്നെ ഞാൻ തച്ചിങ്ങനാടം ഹൈസ്കൂളിലുള്ള ലേഡീസ് വിങ്ങിൻ്റെ 100ാം ദിനം ആഘോഷിക്കുന്ന സമയത്ത് ചെല്ലാനിടയായി. ബഹുമാനപ്പെട്ട നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരു സ്ത്രീക്ക് 100 ദിവസം മുടങ്ങാതെ വന്നതിനുള്ളൊരു മൊമെൻ്റ് കൊടുത്തു. അപ്പോൾ അതെങ്ങനെ സാധിച്ചു എന്ന് ചോദിച്ചു. കാരണം അവർ അതിൻ്റെ ഇടയ്ക്ക് ഒരു ടൂർ സംഘടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ടൂർ സംഘടിപ്പിച്ച ദിവസം 5 പേരല്ലാത്തവരൊക്കെ പോയി 5 പേരൊന്നും അന്നും അവർ ഇത് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ സ്ത്രീക്ക് പിന്നെ സുജാത എന്നൊക്കെ പേര്, സുജാതയ്ക്ക് ഇത് കൊടുത്ത സമയത്ത് അന്വേഷിച്ചു, സുജാതയ്ക്ക് ഇപ്പോൾ ഇതുകൊണ്ടുള്ള മാറ്റം എന്താണ്. അപ്പോൾ എനിക്ക് എന്താ മാറ്റം എന്ന് പറയാൻ പറ്റും. ഒരുപാട് കാര്യങ്ങളിൽ മാറ്റമാണ്, എല്ലാം പോസിറ്റീവായിട്ടുള്ള മാറ്റമാണ്. അതുകൊണ്ട് ഇത് എത്ര കാലം ഇവിടെ ഉണ്ടാവുന്നോ അത്രയും കാലം ഞാൻ ഒരു ദിവസവും മുടങ്ങാതെ വരും എന്ന് പറഞ്ഞു. ഒരു 100ഓളം ആളുകൾ അവിടെ പങ്കെടുത്തു. അവിടെ നമ്മുടെ ഈ കവാത്തിന് വരുന്ന ആൾക്കാർ അത്രയൊന്നുമില്ല, പക്ഷേ 100ഓളം ആളുകൾ പലപ്പോഴായിട്ട് പങ്കെടുത്തുകൊണ്ടിരുന്ന ആൾക്കാരാണ്. എല്ലാവർക്കും പോസിറ്റീവേ പറയാനുള്ളൂ. അവർ ദീർഘമായ കലാപരിപാടികളൊക്കെ നടത്തിയിട്ടാണ് പിരിഞ്ഞ്. അപ്പോൾ ഈ പ്രസ്ഥാനത്തിൽ ഇന്നിപ്പോൾ നമ്മളിവിടെ ഏകദേശം 1 മാസം തികയുന്ന സമയമാണ്. ഈ സമയത്ത് ആളുകൾ കുറഞ്ഞൊരു അനുഭവമുള്ളതുകൊണ്ട് അവിടെയാണ് പറയുന്നത്. കൂടുതൽ ഇന്നലെ നമ്മുടെ കോർഡിനേറ്റർ പറഞ്ഞു, നമുക്കൊരു ക്യാമ്പയിൻ നടത്തിയിട്ട് ആളെ കൊണ്ടുവരാം. കാരണം ഇത് നമ്മൾ കൊണ്ടുവരേണ്ടതാണ്.
നമുക്ക് വേണ്ടിയല്ല, നമുക്ക് വേണ്ടി തന്നെയാണ്. അതേസമയം നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നാട്ടിന് വേണ്ടിയൊക്കെ അത്യാവശ്യമുള്ള ഒരു വ്യായാമ മുറയാണിത്. ശാസ്ത്രീയമാണ്, ഒരുപാട് കാലങ്ങൾ പരീക്ഷണത്തിന് ശേഷം തെളിയിക്കപ്പെട്ടതാണ്. ഇതിൽ നമ്മൾ ആൾക്കാരെ സംഘടിപ്പിക്കുന്നത് രാജ്യസേവനം കൂടിയായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.